നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാലോ? തക്കാളി ചമ്മന്തി നമ്മൾ 2-3 രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ തക്കാളി ചുട്ടിട്ട് മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ വറുത്ത് നമ്മൾ അരയ്ക്കും, മല്ലിച്ചപ്പൊക്കെ കൂട്ടി. പിന്നെ ഉള്ളത് തക്കാളി സവോള എല്ലാം കൂടെ വഴറ്റിയിട്ട് അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. ആദ്യം തന്നെ നമ്മള് ഒരു പാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പൊ എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാതെ. ഇതിപ്പോ വലിയ എരിവില്ലാത്ത മുളകാ. പിന്നെ നമ്മൾ കാശ്മീരി മുളകും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരട്ടെ. ഇതിന്റെ ആ പച്ചച്ചവയൊന്ന് മാറി വരുമ്പോഴേ സവോള ചേർത്ത് കൊടുക്കാതെ. 2 സവോള അരിഞ്ഞതാണ്, മീഡിയം സൈസ് 2 സവോള. ഇതിപ്പോ കുറച്ച് മതിയെങ്കിൽ 1 സവോള ചേർത്താൽ മതി. തക്കാളിയുടെ എണ്ണവും കുറയ്ക്കണം. ഇത് ഞാന് 3 തക്കാളി, ഒരു മീഡിയം സൈസ് 3 തക്കാളി എടുത്തേക്കുന്നത്, അതും കൂടി ഇതിനകത്ത് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനി നന്നായിട്ട് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് വേകണം കേട്ടോ. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് 1 സ്പൂൺ ചേർത്തേക്കാവേ. പച്ചമുളകിന്റെ എരിവുണ്ട്. ചെറിയ സ്പൂൺ 1 സ്പൂൺ കാശ്മീരി മുളകും 1/4 സ്പൂൺ കായപ്പൊടി. മുളക് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവേ. ഇത് തണുത്തിട്ട് ഇനി അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാവേ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, കുറച്ച് കേട്ടോ, വെള്ളം കൂടി ഒഴിച്ച് ഇനി ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ തക്കാളിയും സവോളയൊക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പ് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കടുകും കൂടെ താളിക്കണമല്ലോ. എണ്ണ ചൂടായപ്പോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാവേ. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുമന്ന് വന്നപ്പോ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇതൊന്നെല്ലാം മൂത്ത് വന്നപ്പോ നമ്മുടെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ചമ്മന്തി, നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവേ. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. സ്റ്റവൊക്കെ ഓഫ് ചെയ്തു. നല്ല ഒരു തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും നമ്മൾ ഒരുപാട് വെറൈറ്റികൾ നോക്കുമ്പോ ഇതൊന്നും നോക്കണമല്ലോ. തക്കാളി ചമ്മന്തി തന്നെ ഞാൻ വേറെയും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വേറൊരു രീതി. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.